ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? ഫിസിക്സും മാത്സും ഒഴിച്ച് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. കയ്യിന്ന് പോയിരുന്നോ? അല്ല, അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ബയോളജിയോ? ബയോളജി സിമ്പിൾ ആയിരുന്നു. ഓക്കെ. ആ ഫിസിക്സും മാത്സും ഒഴിച്ച് ബാക്കിയൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പം കെമിസ്ട്രി കുഴപ്പമുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. ഫിസിക്സിൽ എന്താ കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രശ്നം? കോൺസെപ്ഷനേക്കാളും മാത്തമാറ്റിക്കലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സയന്റിഫിക് കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതില് വരുന്ന ആൻസേഴ്സ് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ ഓപ്ഷൻസിലേക്ക് അപ്ലിക്കബിൾ അല്ല. അതിലേക്ക് ആൻസേഴ്സ് സിംഗിൾ റൗണ്ട് ആയിട്ടും ആൻസേഴ്സ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അതിൽ വലിയ ആൻസേഴ്സ് ആണ് നമ്മളെ സയന്റിഫിക് അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ബയോളജിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വേറെ ഏതെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഞാൻ നീറ്റിന്റെ റിപ്പീറ്റർ ആണോ? അപ്പം അതിന്റെ ബയോളജിയും ഐസറിന്റെ ബയോളജിയും നോക്കുന്ന സമയത്ത് എന്താ വ്യത്യാസം തോന്നിയിട്ടില്ലേ? വ്യത്യാസം കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ആണ്, പിന്നെ കുറച്ചും കൂടി കോൺസെപ്ഷ്യലും ആണ്. നീറ്റില് ഇത്ര ഇന്റേൺ ആയിട്ട് ചോദിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സ് കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും നല്ല ചോദ്യം ഓർമ്മയുണ്ടോ? നല്ല ചോദ്യം പറഞ്ഞാൽ നീറ്റിലൊന്നും കാണാത്ത ഒരു പെഡിഗ്രി ഒക്കെയാണ്. പെഡിഗ്രി കുറെ ആൾക്കാർ ഇപ്പൊ പറഞ്ഞു. പെഡിഗ്രി അതൊക്കെ തോന്നുന്നു എക്സ്ലിങ്ക് റെസസീവ് ആണ്, അല്ല എക്സ്ലിങ്ക് ഡോമിനന്റ് ആണ് തോന്നുന്നുണ്ട് ആ ഒരു ആൻസർ. കാരണം അതില് അച്ഛന്റെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഐ മീൻ ഈവൻ സ്ത്രീകൾക്കുണ്ട്, കുട്ടികളായിട്ടുള്ള സ്ത്രീകൾക്കുണ്ട്. അപ്പോ ഈ എക്സ് ഡോമിനന്റ് ആണെങ്കിൽ മാത്രമല്ലേ സ്ത്രീകൾക്ക് വരുള്ളൂ. കാരണം അമ്മയ്ക്ക് ഇല്ലാത്ത എക്സ് വരുമ്പം ഡോമിനന്റ് ആവാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ പിന്നെ റെസസീവിന് വരാൻ ചാൻസ് ഇല്ല. ഇന്ന് വൈകുന്നേരം എന്തായാലും കീ ഒന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം പെഡിഗ്രി കണ്ടിട്ട്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.